ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്രിപ്റ്ററുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റത്തെ വീക്കിൽ ഞാനൊരു ഇൻഡിക്കേറ്റർ പരിചയപ്പെടുന്നു, ട്രേഡ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതിൽ കുറച്ച് റിഫൈൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് എങ്ങനെ നമ്മൾക്ക് ഇതിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ ട്രേഡ് എടുത്ത് നോക്കിയപ്പോഴാണ് പിന്നീട് അത് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഓൾറെഡി ഈ ട്രേഡിംഗ് ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രേഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിലായിരിക്കും, ഇല്ലയെന്നല്ല, പ്രോഫിറ്റിലാണ് പലരും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക ഈ ട്രേഡിംഗ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ട്രേഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ട്രേഡിംഗ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ നിങ്ങൾ നല്ല ട്രേഡറോ അല്ലെങ്കിൽ ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ബിഗിനറാണ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ബിറ്റ്മാർട്ടുമായിട്ട് ഒഫീഷ്യൽ പാർട്ട്ണറായിട്ട് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബിറ്റ്മാർട്ടിൽ ഇഷ്യൂസ് ട്രേഡിങ്ങിൻ്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനത് നേരിട്ട് അവരുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് സംസാരിച്ച് റിസോൾവ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ബിറ്റ്മാർട്ടിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായും എടുക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാവുന്നതാണ്. അത് ബിറ്റ്മാർട്ട് വഴി സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡിംഗ് ബോണസ് കിട്ടുന്നുണ്ട്. ആ ബോണസ് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏക എക്സ്ചേഞ്ചാണ് ബിറ്റ്മാർട്ട്. ബാക്കി എല്ലാ എക്സ്ചേഞ്ചസിലും ട്രേഡിംഗ് ഫീ ക്യാഷ് ബാക്കാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാഷ് ഫീസ് വരില്ല. ആ ഫീസ് നിങ്ങൾക്ക് ആ ട്രേഡിംഗ് ബോണസിൽ നിന്ന് പോകും. ഇവിടെ അതല്ല ഉണ്ടാവുന്നത്. ഇപ്പോൾ $1000 ഇട്ടിട്ട് നിങ്ങൾക്ക് $300 ബോണസ് കിട്ടിയെങ്കിൽ ആ $300 ബോണസും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലെവറേജ് ട്രേഡ് എടുക്കാം, അതിൻ്റെ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാം. അപ്പോൾ ബിറ്റ്മാർട്ടിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇതുകൂടാതെ ബിറ്റ്മാർട്ടിൻ്റെ ഒരു പുതിയ പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ട്വിറ്റർ അല്ലെങ്കിൽ ടെലഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ്, ഏത് ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ, അതിലെല്ലാം നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ Web3 നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, Web3നെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ബിറ്റ്മാർട്ട് റേഞ്ചർ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു Web3 കരിയർ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പാസീവായിട്ട് ഒരു ഇൻകം ഈ ഒരു പ്രോഗ്രാമിലൂടെ പങ്കെടുത്ത് നിങ്ങൾക്ക് നേടാൻ പറ്റും. അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ബിറ്റ്മാർട്ടിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ് ഉണ്ടാക്കുക. അതായത് നിങ്ങളുടെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാം ആയാലും ട്വിറ്റർ ആയാലും എന്തായാലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ബിറ്റ്മാർട്ടിനായിട്ടുള്ള കണ്ടൻറ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ Web3നെ കുറിച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ Web3നെ കുറിച്ചുള്ള കണ്ടൻറ് അവയർനെസ് കൊടുക്കുക. എന്താണ് Web3 എങ്ങനെയാണ് ഭാവിയിൽ വലുതാകാൻ പോകുന്നത്, Web3യിലൂടെ എന്തൊക്കെ സാധ്യമാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആൾക്കാർക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പഠിപ്പിച്ചു കൊടുക്കാം. അതുകൂടാതെ നിങ്ങളുടെയും Web3 നോളജ് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏർണിങ്സും കിട്ടും. അപ്പോൾ ബിറ്റ്മാർട്ടിൻ്റെ റേഞ്ചർ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ബിറ്റ്മാർട്ടിൻ്റെ ഒരു അക്കൗണ്ട് വേണം. അക്കൗണ്ട് നമ്മളിലൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിപ്റ്റോനെ കുറിച്ച് പാഷനേറ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് പഠിക്കാനും ഗ്രോ ചെയ്യാനും നിങ്ങൾ വില്ലിങ് ആയിരിക്കണം, പിന്നെ നിങ്ങളുടെ കരിയർ Web3 ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്കും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. പിന്നെ ബിറ്റ്മാർട്ടിനെ കുറിച്ചും ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഇതിന് മുന്നത്തെ ട്രേഡ് ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ സിമ്പിൾ സ്ട്രാറ്റജി, അതേപോലെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ തീർച്ചയായിട്ടും കാണുക. അതിനുശേഷം നിങ്ങളെ ഒരു ട്രേഡിംഗ് നോളജ് വർദ്ധിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യും ബിറ്റ്മാർട്ട് റേഞ്ചർ എന്ന രീതിയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക, ബിറ്റ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ബിറ്റ്മാർട്ടിൻ്റെ ഇന്ത്യ ട്വിറ്റർ ടെലഗ്രാം അക്കൗണ്ടുകൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്വിറ്ററും ടെലഗ്രാം അക്കൗണ്ട്സും വേണം, നിർബന്ധമാണ്. അതിൽ ഓരോ കോൺടെസ്റ്റുകൾ ഉണ്ടാവും, അതിലൊക്കെ പങ്കെടുക്കുക, ഓരോ കണ്ടന്റ് ഉണ്ടാക്കുക. ബിറ്റ്മാർട്ട് റേഞ്ചർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ട്വിറ്റർ, യൂട്യൂബ്, റെഡിറ്റ്, മീഡിയം ഏതായാലും. പിന്നെ ബിറ്റ്മാർട്ടിൻ്റെ ക്യാമ്പയിൻസ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഇവരുടെ AMAs, അതേപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിലൊക്കെ പങ്കെടുക്കുക, ട്വിറ്റർ ഇവൻറ്റ്സിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ ബിറ്റ്മാർട്ടിന് അവരുടെ മാർക്കറ്റിൻ്റെ ഫീഡ്ബാക്കും സജഷൻസും കൊടുക്കുക. അങ്ങനത്തെ പിന്നെ അല്ലെങ്കിൽ പുതിയ KOLs അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ ബിറ്റ്മാർട്ടിന് കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊരു ഫോം ഉണ്ട്. ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകാവുന്നതാണ്. നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഈ ഒരു ക്രിപ്റ്റോനെ അല്ലെങ്കിൽ Web3നെ കുറിച്ച്, ബിറ്റ്മാർട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യം അറിയാം, ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ റിവാർഡ്സ് കിട്ടും, കോമ്പറ്റീറ്റീവ് റിവാർഡ്സ് ആൻഡ് കോമ്പൻസേഷൻ ബേസ്ഡ് അപ്പോൺ പെർഫോമൻസ്. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടും. അത് USDT, ക്രിപ്റ്റോ ഏത് വേണമെങ്കിലും ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു അംബാസഡർ പ്രോഗ്രാമിൽ ഭാഗമാവാൻ പറ്റും. അതേപോലെ തന്നെ അപ്രിസിയേഷൻ റെക്കമെൻഡേഷൻസ് വേറെ കിട്ടും. നിങ്ങളുടെ കരിയർ ബെറ്റർ ആക്കാനുള്ള Web3 കരിയറാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഹെൽപ്പൊക്കെ അവർ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള സകലമായ ഡീറ്റെയിൽസും ഈ ഒരു പേജിലുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ. നിങ്ങൾ പഠിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻകമും കൂടിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് മിസ് ഔട്ട് ആക്കണ്ട. അപ്പോൾ ഞാൻ നേരെ ചാർട്ടിലേക്ക് പോവാണ്.
അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് പിവറ്റ് പോയിന്റ്സ്, ഹൈ ആൻഡ് ലോ, മിസ്ഡ് റിവേഴ്സൽ ലെവൽസും സപ്പോർട്ട് റെസിസ്റ്റൻസ് ചാനലും ആണ്. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ, എങ്ങനെയാണ് അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കേണ്ടത്, എവിടെ നിന്നാണ് ട്രേഡ്സ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. അതിലേക്ക് വീണ്ടും കിടക്കുന്നില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഇതിൽ ഇൻഡിക്കേറ്ററിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ലോങ് എടുക്കൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ലോങ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ഈ ഒരു സെൽ സിഗ്നൽ കാണിച്ചപ്പോൾ നിങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2.65% പ്രോഫിറ്റിലായിരിക്കും. 1x ട്രേഡിൽ 10x ലെവറേജാണ് നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ $26 ട്രേഡ്സ് എക്സിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10x ലെവറേജിൽ നിങ്ങളിപ്പോൾ $10 കൊണ്ടാണ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് $200 പ്രോഫിറ്റ്, $100 കൊണ്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് $26 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു സമയം കൊണ്ട്. ഓക്കെ, 2.65% മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതന്നെ ഈത്തിലും അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ BTCയിൽ മാത്രമേ കറൻറ്റ്ലി കാണിക്കുന്നുള്ളൂ. ഇതേ സ്ട്രാറ്റജി തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ടോക്കൺസിലും അപ്ലൈ ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും BTCയിലും ഈത്തിലും മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. ഏറ്റവും സേഫസ്റ്റ് BTC ആയിരിക്കും. ഏറ്റവും കുറവ് വോളട്ടൈൽ BTC ആയതുകൊണ്ടാണ് അത് പറയുന്നത്. BTCയും വോളട്ടൈലാണ്, അതിൽ ഏറ്റവും കുറവ് BTC ആണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു സെൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും നിങ്ങൾ ഈ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ബൈ സിഗ്നൽ വന്നപ്പോൾ 1.33% പ്രോഫിറ്റിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ പ്രകാരമാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ഇൻഡിക്കേറ്ററും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്ന സ്ഥലത്ത് നോക്കിയിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഈ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു ട്രേഡർ ആവാനാണ് അല്ലെങ്കിൽ ബിഗിനർ ആണ് ട്രേഡിംഗ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡിസിപ്ലിൻസും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ ഒരു ട്രേഡ് എൻട്രി എടുത്തില്ല. നിങ്ങൾ കാണുന്നത് ഒയ്യോ ഇത് മിസ്സായി, ഇത് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോഴായിരിക്കാം, രാത്രി 10 മണിക്കാണ് ഈ സിഗ്നൽ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നോക്കിയിട്ടില്ല. അപ്പോഴേക്കും മാർക്കറ്റ് ഏതാണ്ട് ഇവിടെ എത്തി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സിഗ്നൽ മിസ്സായിട്ടില്ല, ഇപ്പോഴും ലോങ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഇവിടുന്ന് എൻട്രി എടുക്കാൻ നിൽക്കരുത് ഒരിക്കലും. അതാണ് ട്രേഡിംഗ് ഡിസിപ്ലിൻ ഞാൻ പറയുന്നത്. അതായത് ഒരു ട്രേഡ് മിസ്സായിട്ടായി പോയി കഴിഞ്ഞാൽ അത് പോട്ടെ, നമുക്ക് ആയിരക്കണക്കിന് എൻട്രീസ് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇവിടുന്ന് വീണ്ടും എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഇപ്പോൾ കറൻ്റ്ലി ഇവിടുന്ന് എൻട്രി എടുത്താലും നിങ്ങൾ പ്രോഫിറ്റിൽ ഇവിടെ എക്സിറ്റ് ചെയ്യും. പക്ഷേ അത് എല്ലാ സമയത്തും ഉണ്ടാവണം എന്നില്ല. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞ് വീണ്ടും ഇവിടുന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് മിസ്സാവും. ചിലപ്പോൾ ഇവിടുന്ന് ആയിരിക്കും നിങ്ങൾക്ക് സെൽ സിഗ്നൽ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു എൻട്രി മിസ് ഔട്ടായി പോയി കഴിഞ്ഞാൽ അത് പൊക്കോട്ടെ. ഇവിടുന്നാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അടുത്ത സിഗ്നൽ വരും. അതിന് ചിലപ്പോൾ ഒരു ദിവസമോ 1.5 ദിവസമോ ചിലപ്പോൾ 1 മണിക്കൂറോ വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ക്ഷമയും നമുക്ക് വേണം. അപ്പോൾ ഡിസിപ്ലിൻ വന്നു, ക്ഷമയും വന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്ക് നോക്കരുത്. അതായത് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ പൊക്കോട്ടെ. വീണ്ടും നമ്മൾ ഫോമോ എടുത്തിട്ട് വീണ്ടും അതിൻ്റെ പിന്നിലേക്ക് എടുത്ത് ചാടരുത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ളത്. അത് പല ഓൾട്ട് കോയിൻസിലും ഷിറ്റ് കോയിൻസിലും നമ്മൾ കാണുന്നതാണ്. ഫോമോ കൊണ്ട് ആൾക്കാരെടുത്ത് ചാടിയിട്ട് പൈസ പോയ ഒരുപാട് പേരെ എനിക്കറിയാം. സ്പോട്ട് ട്രേഡിലുള്ള കാര്യമാണ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിൽ പോലുമല്ല, സ്പോട്ട് ട്രേഡിൽ ഒരുപാട് പേര് ഇതേപോലെ പൈസ കളഞ്ഞ ആൾക്കാരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ആ ഫോമോയിൽ എടുത്ത് ചാടിയിട്ട് വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റ് നിങ്ങൾ വിറ്റതിന് ശേഷം മുകളിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് പോകുന്നതോറും എൻട്രി എടുക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ആ ഒരു ട്രേഡ് മിസ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ വേറെ ട്രേഡ് വരും, അല്ലെങ്കിൽ വേറൊരു കോയിൻ വരും നമുക്ക് അത്രയും പ്രോഫിറ്റ് തരുന്നത്. അപ്പോൾ ആ ഫോമോയും ചെയ്യരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഒരു എൻട്രി മിസ് ഔട്ടായി പോയി കഴിഞ്ഞാൽ പൊക്കോട്ടെ. പിന്നെ ഉള്ളത് രണ്ടാമത്തെ കാര്യം ക്ഷമ. അപ്പോൾ കാരണം രണ്ടാമത്തെ ട്രേഡ് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം. പിന്നെ ഉള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോമോയിങ്. അതായത് ഒരു കോയിൻ മുകളിലേക്ക് പോകുന്ന പറഞ്ഞാൽ അതിൽ ചാടിക്കയറി എൻ്റർ ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ അത് ഒറ്റയടിക്ക് അടപടലം താഴെ പോകും. അപ്പോൾ ഫോമോയിങ് തീരെ പാടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ റിസ്ക്കിയാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട് ബിഗിനേഴ്സിന്. നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ 1x 2x ലെവറേജ് വെച്ച് ചെയ്യുക. പിന്നീട് 5x 10x നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ 10x 20x ലെവറേജിലൊക്കെ ചെയ്യുന്ന ആളാണ്, മാക്സിമം 20x. അപ്പോൾ ഈ 2 ഇൻഡിക്കേറ്റർ പിവോട്ട് പോയിന്റും SR ചാനൽസും ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള കോൾസ് എപ്പോഴും എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതേപോലത്തെ ഒരു നല്ല സിഗ്നൽ കിട്ടി, അതേപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലോങ് എൻട്രി ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറയില്ല. ഇവിടുന്ന് എൻട്രി എടുക്കുന്നവർക്ക് എടുക്കാം, റിസ്ക് ടേക്കേഴ്സ് ആണ്. പക്ഷേ നമ്മൾക്കൊരു കൺഫർമേഷൻ വേണം. ആ കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഈ ഒരു സെക്കൻഡ് സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതാ. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ട് എടുത്തു. ഈ ഒരു സമയത്താണ് ഞാൻ എൻട്രി റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു കൺഫർമേഷനാണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോയി. പക്ഷേ ഇത് കണ്ടില്ലേ, ഇവിടം വരെ വന്നിട്ടുള്ളൂ. ഇവിടെ നിന്നാണ് മാർക്കറ്റ്
ഇവിടെ ഈ 17,300 വരെ പോയത് അവിടെ നിന്ന് അതിന് ശേഷം. അതായത് ഏകദേശം എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 16,900 മുതൽ 17,400 വരെ. ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 2.5% മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്ര മതി. ആ 2.5%ൽ 10x ലെവറേജിൽ നമുക്ക് 25% പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺഫർമേഷനെ കുറിച്ചുള്ള കാര്യം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി, ഞാൻ വിട്ടുപോയി. പിന്നീടാണ് ഞാൻ കുറച്ചുകൂടി പ്ലാൻ ചെയ്തിട്ട് റിഫൈൻ ചെയ്ത് ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആക്യുറേറ്റ് സിഗ്നൽസ് കിട്ടുമെന്ന് ചിന്തിച്ചത്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ തെറ്റാന്നല്ല പറഞ്ഞത്, ഈ ഒരു പോയിന്റും കൂടിയും അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വയമായിട്ട് ഈ ട്രേഡ്സ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇതും കൂടിയും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടുമെന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇവിടുന്ന് ആയാലും ഇപ്പോൾ ഇവിടുന്ന് ഷോർട്ട് കിട്ടി. ഇപ്പോൾ ഷോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എൻട്രി എടുക്കണം എന്ന് ഞാൻ പറയില്ല, റിസ്ക് ടേക്കേഴ്സിന് എൻട്രി എടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഞാൻ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കിട്ടില്ല. ഇത് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ട് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. പക്ഷേ പ്രോഫിറ്റ് കുറവായിരുന്നു, പക്ഷേ കുറച്ച് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള കോളെന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ നമുക്കൊരു ലോങ് കിട്ടിയിട്ടുണ്ട്. ലോങ് കിട്ടിയിട്ട് ഇവിടെ നിന്ന് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ സപ്പോർട്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സപ്പോർട്ടാണ്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയിട്ടുണ്ട്, ഇപ്പോഴത്തെ ഈ സപ്പോർട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലോങ് എൻട്രി ഇവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ $100 ഡിഫറൻസിലാണ് ഇപ്പോൾ എൻട്രി പോയിന്റ് നിൽക്കുന്നത്. ഇപ്പോൾ ചാടിക്കയറി എൻട്രി എടുക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഡിസിപ്ലിൻ. ഒരു എൻട്രി പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എൻട്രി പോയിന്റ്, ഇനി അടുത്ത ഷോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഷോർട്ടിൽ ഇതേപോലെ തന്നെ എൻട്രി പോയിന്റ് കിട്ടും, അതേപോലെ തന്നെ കൺഫർമേഷനും കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി എടുക്കുക. ആ ഒരു ഷോർട്ട് വിട്ടുപോയോ അടുത്ത ലോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണം. ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ വെച്ചാൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ട്രേഡ്സ് എടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ട്രേഡ് എടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഒരു വേറെ പോയിന്റ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഹാഫ് മൈൻഡാണ്, അയ്യോ ട്രേഡ് എടുക്കണോ വേണ്ടയോ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ ട്രേഡ് ഉപേക്ഷിക്കുകയാണ് ബെറ്റർ. ഞാൻ പറയുകയാണെങ്കിൽ ആ ട്രേഡ് നിങ്ങൾ പറഞ്ഞ പോലെ വിചാരിച്ച പോലെ മുകളിലേക്ക് പോയിക്കോട്ടെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളെ കൺസേൺ ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾ 100% കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു ട്രേഡ് എടുക്കാം, ഇതിലെന്ത് വന്നാലും ഓക്കെയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് വെച്ച് മുന്നോട്ട് പോകാം. എന്നിട്ട് ഓവർ കോൺഫിഡൻസ് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ ചാർട്ട് പാറ്റേൺസ് അനാലിസിസ് ഒക്കെ ചെയ്യാൻ പറയുന്നത്. ഇതേപോലത്തെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ. പിന്നെ നിങ്ങൾ എൻട്രി എടുത്താൽ മാത്രം പോരാ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും വെക്കണം ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടി, ഇവിടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഏകദേശം ഇവിടുന്ന് ഈ ഒരു ഗ്രീനിൻ്റെ സപ്പോർട്ടിന് താഴെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴെയാണ് വെക്കേണ്ടത്. കാരണം മാർക്കറ്റ് ഒന്ന് താഴേക്ക് പോയിട്ടാണ് പിന്നീട് മുകളിക്കുന്നത്. കാരണം തൊട്ടടുത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവരെ ലിക്വിഡേറ്റോ അല്ലെങ്കിൽ അവരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അതിവിടെ മാത്രമല്ല, നിങ്ങൾക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്നത് ഇവിടെ വലിയ വിക്കുകൾ ഫോം ചെയ്യുന്നത്, ഇവിടെ പെട്ടെന്നുള്ള വിക്കുകൾ ഫോം ചെയ്യുന്നു. ആൾക്കാർ ഇതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്നിട്ടാണ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ വയ്ക്കാതെ ഞാൻ വെക്കാൻ പോകുന്നത് ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴെ ആയിരിക്കും. കാരണം ഇവിടെയാണ് നമുക്ക് ലോങ്ങിൻ്റെ സിഗ്നൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിന് താഴെ വയ്ക്കുന്നതാവും ഉത്തമം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ പ്രോഫിറ്റ് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു സിഗ്നൽ കാണിച്ചതിന് ശേഷം നിങ്ങൾ പിന്നീട് മുകളിലേക്ക് പോകണമെങ്കിൽ ഞാൻ താല്പര്യപ്പെടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, അതായത് മുകളിലേക്ക് കയറുന്നതോറും പിന്നാലെ പോകാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിഗ്നൽ കാണിച്ച ഉടനെ തന്നെ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾക്ക് എപ്പോഴാണ് പ്രോഫിറ്റ് മതിയെന്ന് തോന്നുന്നു അപ്പോൾ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ലാസ്റ്റത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണുക, ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അവരുടെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കൺഫേം ആയതിനു ശേഷം മാത്രം നിങ്ങൾ ട്രേഡ്സ് എടുക്കുക. കാരണം ഇത് കുറച്ചുകൂടിയും ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് നിങ്ങൾക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് ട്രേഡ് എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ഈ ഒരു സിഗ്നൽ വന്ന് ഫ്ലാഷ് ചെയ്ത പാടെ നിങ്ങൾക്ക് എൻട്രി എടുക്കണമെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടിയും കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ്സ് കിട്ടുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ. അതേപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഏതാണെന്നുള്ളത് ഞാൻ താഴെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ബിറ്റ്മാർട്ടിൻ്റെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ മിസ് ഔട്ട് ആക്കേണ്ട. ബിറ്റ്മാർട്ട് റേഞ്ചർ നിങ്ങൾ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഇവരെ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഇവരുടെ ക്യാമ്പയിൻസിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് അതിൽ കൂടെ ചെറിയൊരു വരുമാനം കിട്ടും. അതുകൂടാതെ നിങ്ങൾ എത്ര പേരെ ബിറ്റ്മാർട്ടിലേക്ക് കൊണ്ടുവരുന്ന അതിനനുസരിച്ച് കൂടുതൽ റിവാർഡ്സ് കിട്ടും. അപ്പോൾ അത് മിസ് ഔട്ട് ആക്കണ്ട. ഇത് കൂടാതെ ബിറ്റ്മാർട്ടിൽ അക്കൗണ്ട് വേണം നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ. നമ്മുടെ ലിങ്ക് വഴി കയറിയിട്ട് സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോണസ് ഒക്കെ കിട്ടും ട്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ട്രേഡിംഗ് എങ്ങനെ ചെയ്യണം, ട്രേഡിങ്ങിന് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ട്രേഡിംഗ് ഇൻഡിക്കേറ്ററിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും കാണുക. പിന്നെ നിങ്ങൾ ഒരു ട്രേഡിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സിംഗിൾ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. അത് കുറച്ച് നാളത്തേക്ക്
ചെയ്തു നോക്കുക നിങ്ങൾക്ക് അത് ആ സ്ട്രാറ്റജി ആപ്ലിക്കബിൾ ആവുന്നുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ മാത്രം അടുത്ത സ്ട്രാറ്റജി ഫൗണ്ട് ഔട്ട് ചെയ്തിട്ട് അത് ചെയ്യാം. എൻ്റെ ചാനലിൽ തന്നെ 5-8 സ്ട്രാറ്റജീസ് ഞാൻ ഡിഫറെൻറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നിങ്ങൾ ഒരു ട്രേഡർ 2 ട്രേഡർ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കൊണ്ട് വെക്കുക. ചിലപ്പോൾ 10ാമത്തെയോ 12ാമത്തെയോ 15ാമത്തെയോ 20ാമത്തെയോ ട്രേഡൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നത്. ആ ഒരു ട്രേഡായിരിക്കും നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ നഷ്ടം നടത്തി ലാഭവും തന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റുന്നത്. അതിന് വേണ്ട കാര്യമാണ് ക്ഷമ, പിന്നെ ഡിസിപ്ലിനായിട്ട് ട്രേഡിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓണെന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.